ജീവിത പ്രതിസന്ധികളെ പാട്ടുപാടി അതിജീവിക്കുകയാണ് കാസർഗോഡ് പെരിയിലെ ശ്യാമള മധു. ബീഡി നിർമ്മാണം മുതൽ ടൈൽ വർക്ക് വരെയുള്ള എല്ലാ ജോലിയും ചെയ്യുന്ന ശ്യാമള സ്വന്തമായി കവിത എഴുതിയും പാടിയുമാണ് ആശ്വാസം കണ്ടെത്തുന്നത്. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ശ്യാമള എല്ലാ ദുഃഖങ്ങളും മറക്കുന്നത് പാടുമ്പോഴാണ്. മാധുരിയോടും ജാനകി അമ്മയോടുമൊക്കെയുള്ള ഇഷ്ടം അവർ പാട്ടിലൂടെ പ്രകടിപ്പിച്ചു. തേനും ഭയമ്പും നാവിൽ തൂകും വാനം പാടി, തേനും ഭയമ്പും നാവിൽ തൂകും വാനം പാടി, രാഗം ശ്രീരാഗം പാടുമോ നീ വീണ്ടും വീണ്ടും വീണ്ടും. ചെറുപ്രായത്തിലെ ബീഡി നിർമ്മാണം പഠിച്ച ശ്യാമള ഭർത്താവ് അസുഖബാധിതരായതോടെ ടാപ്പിംഗ് ഉൾപ്പെടെ എല്ലാ ജോലികളും പഠിച്ചു. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ വീടിയർപ്പായിരുന്നു. കാസർഗോഡ് ജില്ലക്കാരെ ഒരു ഇതാണ് വീടിയർപ്പ്. അതായിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ എനിക്കൊന്നും പണിയൊന്നും അങ്ങനെ അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ കഞ്ഞി വെക്കാൻ പോയതാ. ഇതേ ഒരു പണിക്ക് കഞ്ഞി വെക്കാൻ പോയതാ. പിന്നെ അവർക്കൊരു ചെറിയ വല്ലായി കൊണ്ട് അപ്പം ഞാൻ തന്നെ കാണുമല്ലോ, ആരെങ്കിലും പറഞ്ഞ് ഞാൻ വീട്ടിലറിയണ്ടല്ലോ. ആ കാരണമാണ് ഞാനിങ്ങനെ വരാനുള്ള സാഹചര്യം. പിന്നെ ഇങ്ങനെ കോണ്ടാക്ട് എടുത്ത് അവർ നമ്മൾ വിളിച്ചാൽ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ടൈലിലേക്ക് നീങ്ങി, ടൈൽ വർക്കിന്റെ. ജോലിക്കിടയിൽ ലഭിക്കുന്ന ഇടവേളകളിൽ പുസ്തകവും പേനയുമായി ശ്യാമള രചനയിലേക്ക് മാറും. മേഘജാലക പാളിനീക്കിനി നീലമിഴിയുമായി നിന്നുവോ, മാരിവെല്ലുമായി മറഞ്ഞു നിൽക്കുമാ മാമലകളെ കണ്ടുവോ, മാമലകളെ കണ്ടുവോ. പെൺമക്കളുള്ള ഈ അമ്മയ്ക്ക് പുതുതലമുറയിലെ കുട്ടികളോട് പറയാനുള്ളത് ഇതാണ്. അച്ഛനെ ഓർത്തില്ല, അമ്മയെ ഓർത്തില്ല, കത്തിമ്പടിയുമായി നിങ്ങൾ സ്നേഹിതന്മാരെയും തന്നെയും മറന്നിങ്ങളരുതേ മക്കളെ. കൊല്ലരുതേ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കരുതേ, കൊല്ലരുതേ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കരുതേ. 100-ലേറെ കവിതകൾ ഇതിനോടകം രചിച്ച ശ്യാമള ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് കൂടിയാണ്. ഞാൻ മനോരമ ഇതിൽ ഒരു ചെറിയ പമ്പർച്ചിൽ അതിൽ പങ്കെടുത്തതിൻ്റെ ശേഷം പിന്നെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മല്ലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മല്ലെ പോകാൻ തുടങ്ങി. എല്ലാത്തിനും കൂടെയുള്ള ഭർത്താവിന് ഒരാഗ്രഹം മാത്രമാണ് ശേഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇവളെ പാട്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഒരു പാട്ട് സിനിമയിൽ വരണം എന്നാ. നിങ്ങൾ ഇപ്പോൾ ഇവളെന്ത് വിഷയം പറഞ്ഞാൽ ഒരു കണ്ടന്റ് പറഞ്ഞു കൊടുത്താൽ സ്പോട്ടിൽ എഴുതി പാടണം എന്നല്ല ഞാൻ പറഞ്ഞ, ഇവൾ എഴുതിയ ഒരു പാട്ട്. നിമിഷ നേരം കൊണ്ട് കവിതകൾ എഴുതുന്ന ശ്യാമള ന്യൂസ് മലയാളത്തിനായും ഒരു കവിത എഴുതി. ഓർമ്മയിലെങ്ങോ മറഞ്ഞു പോയൊരു ജീവിത പൂപാടി, അതു പകർത്താൻ വന്നു നിന്നു ആകാശപ്പൂന്തോണി, എന്റെ മനസ്സിൽ വന്നു പോയൊരു പൊന്തോണി. എൻ്റെ മലയാള ന്യൂസ് ചാനൽ, എൻ്റെ കുഞ്ഞു സോദരന്മാർ, എൻ്റെ കുഞ്ഞു സോദരന്മാർ. ന്യൂസ് മലയാളം, കാസർഗോഡ്.